ഇന്നത്തെ വീഡിയോ കാലൊടിഞ്ഞ ശേഷമുള്ള എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനും മക്കളും ഒന്നിച്ചായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ റെസ്റ്റ് ആയത് കാരണം മോള് വാപ്പി കൊണ്ടുവിട്ടാതി എന്നൊക്കെ പറഞ്ഞ് വാപ്പിയുടെ കൂടെ പോയി. മോളെ കൂടെ പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ മോൻ ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിലൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ദേ ആൾ നേരെ എൻ്റെ കാലുമ്മിലേക്ക് കയറി. ഇങ്ങനെ കളിക്കാൻ ഈ വീട്ടിൽ വേറെ സ്ഥലം ഇല്ലാത്ത പോലെ. ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു. നമ്മുടെ ടോക്കൺ നമ്പർ 21 ചെല്ലുമ്പോൾ 16 ആയിട്ടുണ്ടായുള്ളൂ. പക്ഷെ നമ്മുടേതായപ്പോൾ നമ്മളിതേ അകത്ത് കയറി സിസ്റ്റേഴ്സ് പ്രൊസീജിയറൊക്കെ തുടങ്ങി. നമ്മൾ കാലിൽ ഇങ്ങനെ ഒരു പരിക്ക് പറ്റിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡ് ആണ്, നമ്മുടെ ബോഡിയിലെ ഓരോ അവയവങ്ങളും എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ശരിക്കും കാലൊടിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ എന്നാണ്. വേറൊന്നുമില്ല, വാഷ്റൂമിൽ പോകണ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആലോചിച്ച് കാലിന് ഇങ്ങനെ ഒരു പരിക്ക് പറ്റിയപ്പോഴാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിൽ എന്തെല്ലാം കാര്യങ്ങളും മുടങ്ങുന്നത് എന്നത് ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല കേട്ടോ, സ്ഥിരം ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന എനിക്കിപ്പോൾ 1 മന്ത് റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാനാവില്ല. അതുകൊണ്ട് തന്നെ സാലറി ഇല്ല. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ സാലറി ഡിപ്പെൻഡ് ചെയ്താണല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. മക്കളുടെ സ്കൂൾ ഫീസ് തൊട്ട് റെൻറ്റ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഞാൻ സേഫായിട്ട് മെഡിസിനൊക്കെ വാങ്ങി ഒരു കോർണറിലിരുന്നു. മോനെ പീഡിയാട്രീഷ്യനെ കാണിക്കണമായിരുന്നു. അപ്പോൾ പീഡിയാട്രീഷ്യനെ കാണിച്ചു. ഇങ്ങനെ ഒരുങ്ങിയിട്ടാണോ ഹോസ്പിറ്റലിൽ പോകണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? വഴിയേ പറഞ്ഞുതരാം. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഞാൻ എൻ്റെ സ്കൂളിലാണ് വന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലേക്ക് വന്ന് ഇന്ന് മോളുടെ ക്ലാസ് പാർട്ടിയാണ്. പറ്റിയ മോളെയും പിക്ക് ചെയ്യണം, കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അതേ നമ്മൾ സ്കൂളിൽ വന്നു. ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ഭയങ്കര പ്ലാൻ ചെയ്തൊക്കെ വയ്ക്കല്ലേ, പക്ഷെ നമുക്ക് ദൈവം വേറൊന്നായിരിക്കും വിധിച്ചിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ട് വന്നതിൻ്റെ കാരണം ഒരമ്മ പറ്റ മക്കളെ പോലെ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട് വരുന്നില്ലേ. ഞങ്ങൾ ക്ലാസ് പാർട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ എടുത്ത് സ്റ്റാഫ് റൂം ബേസ് കേട്ടോ അങ്ങനെയൊക്കെ വെച്ചു. ഇപ്പം ഞാൻ വന്നതറിഞ്ഞ് ഓരോരോ കുട്ടികൾ 1 by 1 വരെയാണ് വന്നിട്ട് അവരെന്നെ ഇങ്ങനെ, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ കാറിലായിരുന്നേ. അവർ വന്നിങ്ങനെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണം. അത് കഴിഞ്ഞ് ഇവർ ഗേറ്റൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നു. അപ്പോൾ എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നെന്നറിയാം. ഒരേപോലത്തെ ഡ്രസ്സൊക്കെ എടുത്ത് ഫോട്ടോസ് എടുക്കണം, കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. അത് എന്നെ ഒരാൾ വഴക്കറുണ്ട്, കാലൊക്കെ അടക്കി വെച്ച് പെട്ടെന്ന് ശരിയാക്കി തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പലതും ഒരുപാട് പ്ലാൻ ചെയ്ത് വയ്ക്കും, പക്ഷേ അതിനപ്പുറമായിരിക്കും ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ദൈവത്തിന് എനിക്ക് ഇപ്രാവശ്യം ഇതായിരുന്നു പ്ലാൻ. കുട്ടികൾ അറിഞ്ഞവർ വന്നിട്ട് ഗെറ്റ് വെൽ സൂൺ, വി മിസ് യു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ശരിക്കും അതിലുപരി അവർക്ക് ഹാപ്പിയാണ്, കാരണം അവരുടെ ക്ലാസ് ടെസ്റ്റും എക്സാമൊക്കെ ഇല്ലാണ്ടായല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ബസ്സൊക്കെ ഇറങ്ങുന്ന സമയമായതുകൊണ്ട് നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോഴേക്കും 8th ടീച്ചേഴ്സ് ഞാൻ പറയില്ല, അവർ സാരി ആയിരുന്നു. അപ്പം നമ്മുടെ ക്ലാസ് പാർട്ടിയുടെ ഭാഗമൊക്കെ ആയിട്ട് എനിക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി അവിടെ നിന്ന് നമ്മൾ ടാറ്റ പറഞ്ഞ് നേരെ പോകുന്നു. അപ്പം എന്തൊക്കെയാണ് ക്ലാസ് പാർട്ടിക്ക് ഇന്ന് ഉണ്ടായിരുന്നത് നോക്കാം. കട്ട്ലറ്റ് ഉണ്ടായിരുന്നു, ലഡു ഉണ്ടായിരുന്നു. ഇത് കൂടാണ്ട് അവർക്കൊരു ഐസ്ക്രീമും ഫ്രൂട്ടി ആയിരുന്നു ഉണ്ടായിരുന്നത്. പെർ ഹെഡ് എനിക്ക് തോന്നുന്നു 120 റുപ്പി എന്തോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മോളെ പിക്ക് ചെയ്തില്ലായിരുന്നു. മോള് ട്രാവലറിലാണ് വന്നത്. എൻ്റെ സ്റ്റുഡൻസ് അവരെ ഡ്രോപ്പ് ചെയ്യും. അവരൊക്കെ ഇന്ന് ക്ലാസ് പാർട്ടി ആയതുകൊണ്ട് നല്ല സുന്ദരി മണികളായിട്ടാണ് കേട്ടോ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് ബായ് പറഞ്ഞൊക്കെ അവർ പോയി. അത് കഴിഞ്ഞ് മോൾക്ക് എന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കിയാൽ ഒരു കട്ട്ലറ്റ്, അതിൻ്റെ അകത്തൊരു ഡേറ്റ്സ് ഉണ്ടായിരുന്നു, കാഷ്യൂസ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്കൂളിലെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഈ പുറകിൽ കാണുന്നതായിരുന്നു സ്കൂൾ. ആ ഷീറ്റ് ഇട്ടല്ല കേട്ടോ, അതിൻ്റെ പുറകിൽ. അപ്പോൾ അവരോട് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ബോർഡ് എക്സാം സ്റ്റുഡൻറ്റിന് എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ എൻ്റെ ഫ്രണ്ട് ആട്ടോ, അവളുടെ കലാപരിപാടിയാണ് ഈ കാലിൽ കാണുന്നതൊക്കെ. അത് കഴിഞ്ഞ് എനിക്ക് പേപ്പർ കറക്ഷൻ ഉണ്ടായിരുന്നു ആനുവൽ എക്സാമിൻ്റെ. അപ്പോൾ സ്കൂളിൽ പോകുന്നില്ല എന്നേ ഉള്ളൂ. നമുക്ക് കുറേ ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ടായാലും നമ്മുടെ പേപ്പർ കറക്ഷൻ ആയിട്ടായാലും കുറച്ച് പേപ്പർ ബേക്കിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം പണികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പേപ്പർ നോക്കിയപ്പോൾ ദുവാണ് ഞാൻ വീഡിയോ എടുത്തരാന്നൊക്കെ പറഞ്ഞ് തന്നത്. അവസാനം പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാളും കൂടെ തല്ലുപിടിച്ചിട്ട് ആദ്യം ഒരാൾ കംപ്ലൈൻ്റൊക്കെ ആയിട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ രണ്ടാളും തല്ലുപിടിച്ചും കരച്ചിലും ബഹളമൊക്കെ ആയി. അതോടുകൂടി എൻ്റെ പേപ്പർ കറക്ഷൻ ഇവിടെ വെച്ച് നിർത്തേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുകയാണ്, ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.